പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 17-ാം വാർഡ് എള്ളുകാലയിലാണ്. ഇവിടെ CPM എള്ളുകാല ബ്രാഞ്ചിൻ്റെയും DYFI യൂണിറ്റിൻ്റെയും നേതൃത്വത്തിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പുതുപ്പള്ളി CPM ജില്ലാ കമ്മിറ്റി അംഗവും പുതുപ്പള്ളി ഏരിയ സെക്രട്ടറിയുമായ ശ്രീ സുഭാഷ് P. വർഗീസാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. നമ്മുടെ ഇന്നത്തെ ചടങ്ങ് ആരംഭിക്കുകയാണ്. അപ്പം അതിൻ്റെ ചടങ്ങിൻ്റെ അധ്യക്ഷനായിട്ട് നമ്മുടെ ബ്രാഞ്ച് സെക്രട്ടറി പ്രിയപ്പെട്ട ഹരിലാലിനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഇന്ന് കേരള ഗവൺമെൻറ് മാലിന്യമുക്ത നവകേരളമായിട്ട് പ്രഖ്യാപിക്കുന്ന ഈ തീയതിയിൽ തന്നെ നമ്മുടെ എള്ളുകാല ബ്രാഞ്ചിൻ്റെയും DYFI യൂണിറ്റിൻ്റെയും ആഭിമുഖ്യത്തിൽ നമ്മുടെ ബ്രാഞ്ചിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കാനായിട്ട് നേരത്തെ തന്നെ കമ്മിറ്റി തീരുമാനമെടുത്ത് അതിൻ്റെ ഇതായിട്ട് നമ്മുടെ ജിനുവാണ് അതിൻ്റെ എല്ലാ പ്രവർത്തനവും നടത്തിയത്. എൻ്റെ സ്വാഗതം ആശംസിക്കാനായിട്ടാണ് ജിനുവിനെ ക്ഷണിച്ചുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസ്ഥാനം ഇന്ന് മാലിന്യമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പുതുപ്പള്ളി മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ ഏതാനും ആഴ്ചകളായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ അറിയാം, പഴയ പോലെ ഒന്നുമല്ല. നമ്മുടെ പുതുപ്പള്ളി സമീപ പഞ്ചായത്തുകളെല്ലാം അപേക്ഷിച്ച് നമ്മുടെ പഞ്ചായത്ത് അത്യധികം സുന്ദരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും എല്ലാവരും ഒരേ മനസ്സോടുകൂടിയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവരും ഇതിന് നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനം നമ്മുടെ ബ്രാഞ്ചിൽ കാഴ്ചവെക്കണമെന്ന് ബ്രാഞ്ച് കമ്മിറ്റിക്ക് ഒരു തീരുമാനമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബ്രാഞ്ചിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ DYFIയും അതുപോലെ തന്നെ CPMൻ്റെയും നമ്മുടെ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനമാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പം നമ്മുടെ ഏകദേശം 30 ബിന്നോളമാണ് നമ്മളിത് ഇവിടെ ഇന്ന് സ്ഥാപിക്കാൻ പോകുന്നത്. അതിന് ശേഷം നമ്മുടെ ബ്രാഞ്ചിൽ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം നടത്തുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ നമ്മുടെ ഈ ഒരു യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത് നമ്മുടെ ഏറ്റവും ബഹുമാനീയനായ പുതുപ്പള്ളി ഏരിയ സെക്രട്ടറിയും കോട്ടയം CPM ജില്ലാ കമ്മിറ്റി അംഗമായ സുഭാഷ് P. വർഗീസാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ DYFIയുടെ നിതിൻ ചന്ദ്രൻ മേഖലാ കമ്മിറ്റി അംഗം, അദ്ദേഹം എത്തിച്ചേർന്നത്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബ്രാഞ്ച് കമ്മിറ്റിയിലെ സഹാക്കളെ പ്രിയപ്പെട്ട എല്ലാവരെയും ഈ ഒരു ഒറ്റ വാക്കിൽ ഈ ഒരു യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി മെമ്പറുമായ സുഭാഷിനെ ക്ഷണിച്ചു. യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട സഖാവ് ഹരിലാൽ, വാർഡ് മെമ്പർ സഖാവ് ജിനു, വിനു വിജയൻ, പ്രിയപ്പെട്ട ജയശ്രീ ടീച്ചർ തുടങ്ങി ഇവിടെ നിതിൻ ചന്ദ്രൻ തുടങ്ങി ഇവിടെ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, മാധ്യമപ്രവർത്തകരെ, ഇന്നിവിടെ ഒരു മാതൃകാപരമായ ചടങ്ങാണ് ഈ എള്ളുകാല ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സഖാവ് പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 2ാം ടൈം പൂർത്തിയാകുന്ന ഘട്ടമായിരിക്കുന്നു തുടർ ഭരണത്തിൽ. നമ്മളൊരു 7-8 വർഷം പിന്നിലേക്ക് പോയാൽ ഈ പുതുപ്പള്ളി പഞ്ചായത്തിൻ്റെ തെരുവോരങ്ങളും അതിൻ്റെ കവലയും എങ്ങനെയായിരുന്നുവെന്ന് ഓർത്തെടുക്കുന്നത് നന്നായിരിക്കും. എനിക്ക് ആ കാര്യത്തിൽ വ്യക്തമായ ഓർമ്മയുണ്ട്. നമ്മുടെ പഴയ സിനിമാ തിയേറ്ററിൻ്റെ മുമ്പിലും ഈ കവലകളിലും മുഴുവൻ മാലിന്യം കുമിഞ്ഞു കൂടിക്കിടന്ന ഒരു ഘട്ടം. അതിൻ്റെയൊക്കെ വിഷ്വൽസും വീഡിയോകളൊക്കെ നിങ്ങളുടെയൊക്കെ കയ്യിലുണ്ടാകും. നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിരുന്ന സ്ഥലം മത്സ്യം വേസ്റ്റ് തള്ളുകയും കാട് പിടിച്ച് ആ കെട്ടിടത്തിൻ്റെ അവസ്ഥ ഇന്നും നിങ്ങൾ ഓർത്തെടുക്കുന്നത് നന്നായിരിക്കും. ഇപ്പോഴിതെല്ലാം ഒന്ന് നോക്കുക. നമ്മുടെ പഞ്ചായത്തിൽ എൻ്റെ വീടിരിക്കുന്ന 4-ാം വാർഡിൽ നമ്മൾ
വെന്നിമല വഴി 8-ാം മൈലിന് പോകുമ്പോൾ അതിൻ്റെ ഇരുവശവും പൂർണ്ണമായും മാലിന്യം ചാക്കിൽ കൊണ്ട് കെട്ടിത്തള്ളുന്ന സ്ഥലമായി. അതുപോലെ തന്നെ നമ്മൾ കാഞ്ഞിരത്തുമൂട് നിന്ന് പുമ്മറ്റത്തിന് പോകുമ്പോൾ ആ റോഡെന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ആളുകൾ മാലിന്യം തള്ളുന്ന ഒരു സ്ഥലമാണ്. അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഇത് ഞങ്ങൾ ഒരു ഭംഗിക്ക് വേണ്ടി പറയുകയല്ല, നിങ്ങളൊന്ന് സഞ്ചരിച്ചു നോക്കും. എല്ലാം പൂർണ്ണമായെന്നുള്ള അഭിപ്രായം നമുക്കില്ല. ഞങ്ങളുടെ പ്രസ്ഥാനവും ഇടതുപക്ഷ മുന്നണിയും കർശനമായി ആ കാര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ വേണ്ട ഇടപെടൽ നടത്തിയാണ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മാലിന്യ വിമുക്തമായ പഞ്ചായത്തായി ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു വികസന പദ്ധതിയായി ഖരമാലിന്യ നിർമ്മാർജ്ജന യജ്ഞം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന്ന് ഖരമാലിന്യ നിർമ്മാർജ്ജനം പൂർത്തിയാക്കിയ പഞ്ചായത്തായി പുതുപ്പള്ളി പഞ്ചായത്തിനെ പ്രഖ്യാപിക്കുക. വികസന പ്രവർത്തനങ്ങൾ എടുത്താലും നിങ്ങൾ ആ കമ്മ്യൂണിറ്റി ഹാൾ ഇപ്പോൾ കാണും. ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ ഒരു വിവാഹം നടത്തണം, അല്ലെങ്കിൽ അവരുടെ ഒരു സമുദായ സംഘടനയുടെ യോഗം, അല്ലെങ്കിൽ ഒരു ചികിത്സാ സഹായത്തിനൊരു യോഗം വിളിക്കണം. ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇവിടെ പഞ്ചായത്തിനൊരു ഹാൾ ഉണ്ടായിരുന്നോ? ഇല്ല. മറ്റാരെയെങ്കിലും ആശ്രയിക്കണം. ഇത് കാട് പിടിച്ച് കിടക്കുമ്പോഴാണ് നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ പോയി ഇത്തരം പണികൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴോ ചികിത്സാ സഹായത്തിനാണെങ്കിലും കൊള്ളാം, സമുദായ സംഘടനകളുടെ യോഗമാണെങ്കിലും കൊള്ളാം, രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിംഗ് ആണെങ്കിലും കൊള്ളാം, സാധാരണക്കാരനെ ആശ്രയിക്കാൻ പറ്റാത്ത വലിയ ഓഡിറ്റോറിയങ്ങളുടെ വാടക നിങ്ങൾക്കറിയാം. ഇതിപ്പോൾ ഒരു പാവപ്പെട്ടവൻ അവൻ്റെ വിവാഹം നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾക്ക് അവർക്ക് പ്രാർത്ഥിക്കാനൊരു സ്ഥലമായി ഈ ഹാൾ. ഏതെല്ലാം കാര്യങ്ങൾക്കാണ് ആ ഹാൾ ഇപ്പോൾ ഫലപ്രദമായി പഞ്ചായത്ത് പ്രയോജനപ്പെടും. നിങ്ങൾ നോക്കി എത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ പരിസരം കിടക്കുന്നത്. ഇപ്പോൾ പുതുപ്പള്ളി ബസ് സ്റ്റാൻഡ് 25 ലക്ഷം രൂപ മുടക്കി ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്തു. ട്രാഫിക് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ബസ് സ്റ്റാൻഡിൻ്റെ ഒരു പോർഷൻ നമ്മൾ പൊളിച്ചു നീക്കി. താഴത്തെ കലുങ്ക് പൂർണ്ണമായും പണിതു. ഇതിൻ്റെ ഒന്നും പണം മറ്റാരും തന്നിട്ടില്ലെന്നുള്ള വസ്തുതയും നിങ്ങളറിയണം. ഇത് ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് ഫണ്ടാണ്. വേണമെങ്കിൽ സഹായിക്കാം. മറ്റ് ജനപ്രതിനിധികൾ MLA ഒക്കെ ഉണ്ട്, ഇക്കാര്യത്തിൽ ഇടപെടാം. പക്ഷേ ചെയ്യുന്നില്ല. ഇപ്പോഴും നമുക്കറിയാം ഒരു മിനി സിവിൽ സ്റ്റേഷൻ പൂർത്തിയാകാതെ കിടക്കുകയാണ്. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ 2.5 കോടി രൂപയെങ്കിലും വേണം. പഞ്ചായത്തിന് തന്നെ അത് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ MP-യോടും MLA-യോടും ഒക്കെ ആവശ്യപ്പെട്ടിട്ടും തിരിഞ്ഞു നോക്കുന്നില്ല. അവരൊന്നുകൂടെ സഹായിച്ചാൽ നമുക്ക് ഉടൻ തന്നെ അതിൻ്റെ പണി പൂർത്തിയാക്കാൻ പറ്റും. ഇനി സഹായിക്കുന്നില്ലെങ്കിൽ പഞ്ചായത്ത് മറ്റു മാർഗം കണ്ടെത്തിക്കൊണ്ട് ആ കാര്യത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ പഴയ കെട്ടിടം പുനർനിർമ്മിക്കുന്നതിന് ഗവൺമെൻറ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇവിടുത്തെ 2 റോഡുകൾക്ക് സംസ്ഥാന ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സഹായിക്കാൻ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ബൃഹത്തായ കുടിവെള്ള പദ്ധതി ഈ ഗ്രാമപഞ്ചായത്തിൽ ഇനി ഒരു പ്രാദേശിക കുടിവെള്ള പദ്ധതിയുടെ ആവശ്യമേ ഉണ്ടാകില്ല. പ്രാദേശിക കുടിവെള്ള പദ്ധതി എല്ലാം നിന്നു പോകുന്ന സ്ഥിതി വരും. അതിൻ്റെ ആവശ്യം വരില്ല. കാരണം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം കൊള്ളുന്ന 75 കോടിയുടെ പദ്ധതിയാണ് പുതുപ്പള്ളിക്കല് ടായിൻ്റെ പണി പൂർത്തിയാക്കി. പഞ്ചായത്താണ് 10 ലക്ഷം രൂപ ശേഖരിച്ച് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തത്. ഗുണഭോക്താക്കളെ വിളിച്ചുകൂട്ടി അവരുടെ സഹകരണത്തോടെ ആ പണം ഏറ്റെടുത്താണ് ഭൂമി ഏറ്റെടുത്തത്. അങ്ങനെ ഒരു ചുരുങ്ങിയ വർഷം കൊണ്ട് ക്രിയേറ്റീവായ ഒരു കാര്യങ്ങൾ. ഇത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പരിമിതി. കഴിഞ്ഞ ദിവസം ഏതോ ഇത് പഞ്ചായത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അവിടെ ഒരു കമൻറ്റ് കണ്ടു. ഏതോ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ നമുക്ക് ആ ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കി കാര്യം കൂടെ ചെയ്യണ്ടേ? നമുക്കും അത് തന്നെയാണ്. പക്ഷേ അത് പറയുന്നവർ ചിന്തിക്കണം, ഒരു പഞ്ചായത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അവരുടെ കയ്യിലുള്ള ഫണ്ടിൻ്റെ അപര്യാപ്തത അല്ലെ അതിൻ്റെ പരമാവധി എത്രയുണ്ട്, അതിനകത്ത് നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ മുഴുവൻ ഈ പഞ്ചായത്ത് ഭരണസമിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൽ ആകമാനം നടത്തുവാൻ പഞ്ചായത്ത് ഭരണസമിതി ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ന് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ ഈ വാർഡിനെ സംബന്ധിച്ച് ജിനുവാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ. ഇവിടെയും മുമ്പ് പഞ്ചായത്ത് മെമ്പർമാരുണ്ടായിരുന്നു. ഞാൻ വ്യക്തിപരമായി ആരെയും അധിക്ഷേപിക്കുന്നില്ല. പക്ഷെ അവരൊക്കെ ഇരുന്ന ഘട്ടത്തിലുള്ള പ്രവർത്തനമാണോ ജിനു ഇവിടെ പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ? ഒരു വാർഡ് മെമ്പർ എങ്ങനെയാണ് ഒരു വാർഡിൽ പ്രവർത്തിക്കേണ്ടതെന്ന് തെളിയിച്ചയാളാണ് ജിനു മാത്രമല്ല നമ്മുടെ പൂർണ്ണമായി പല അംഗങ്ങളും മാതൃകാപരമായി വാർഡിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ വാർഡിൻ്റെ പ്രവർത്തനത്തിൽ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗം എങ്ങനെയാണോ ഇപ്പം ഈ കാര്യങ്ങളിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെയോ പഞ്ചായത്തിൻ്റെയോ ഫണ്ട് കാത്തു നിൽക്കാതെ തൻ്റെ പ്രദേശത്ത് മാലിന്യ വിമുക്തമാക്കുന്നതിന് വേണ്ടി DYFIയെ കൂട്ടിയോജിപ്പിച്ചു. CPIM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി അവരെല്ലാവരും കൂടെ ചേർന്നിപ്പോൾ ഈ പറയുന്ന ഡസ്റ്റ്ബിൻ വെക്കുകയാണ്. ബോട്ടിൽ ബൂത്ത് അല്ലെങ്കിൽ വേസ്റ്റ് കളക്ട് ചെയ്യാനുള്ള ഒരു കേന്ദ്രം എല്ലാ സ്ഥലങ്ങളിലും ഇവരിവിടെ സ്ഥാപിക്കുക. ഇത് വളരെ മാതൃകാപരമായൊരു പ്രവർത്തനമാണ്. ഇത് ഉപയോഗിക്കുകയും കൃത്യസമയത്ത് ഇതിലിടുന്ന സ്ഥാനങ്ങൾ അവിടുന്ന് മാറ്റി അത് കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്താൽ നമുക്ക് ഈ വാർഡ് തന്നെ മാലിന്യരഹിതമായി പൂർണ്ണമായും പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കാരണം ഒരു പ്ലാസ്റ്റിക് പോലും വഴിയിൽ കിടക്കാത്ത സ്ഥിതി വരുമ്പോൾ
അപ്പം ആളുകളെ നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട കാര്യമുണ്ട്. മുൻപ് എങ്ങനെ ആയിരുന്നു അതും കൂടെ ഓർത്തു പോകണമുണ്ടല്ലോ. പലരും ഇവിടെ ഭരിച്ചവരുണ്ട്, അന്നൊന്നും തിരിഞ്ഞു നോക്കാത്ത ആളുകൾ. വെറും ഏതെങ്കിലും കടകളുടെ ഉദ്ഘാടനം, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുൻപത്തെ ജോലി എന്താ? മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റ് ഏതൊരു പുതിയ കട തുടങ്ങും, അവിടെ ഒരു ചെണ്ടമേളം വരും, നാടമുറിക്കും. ഇല്ലെങ്കിൽ പെരുന്നാളിനോ ഉത്സവത്തിനോ മറ്റേതെങ്കിലും സംഘടനകളോ സമുദായ സംഘടനകളോ നമ്മളെ ഒന്ന് വിളിച്ചാൽ അവിടെ പോയി 10 മിനിറ്റ് പ്രസംഗിക്കും. ഇതൊക്കെയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റുമാരായി ഇവിടെ ഭരിച്ച മുൻപുള്ള ആളുകളൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഈ പഞ്ചായത്ത് ഭരണസമിതി പോകുന്നത്. അപ്പം വികസനോന്മുഖമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് പ്രേരണയായി മാറുകയാണ് ഈ വാർഡ് കമ്മിറ്റിയും ഈ വാർഡ് മെമ്പറും ഇവിടുത്തെ പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റിയും DYFI. മാതൃകാപരമായ ഈ ബോട്ടിൽ ബൂത്ത് എല്ലാ മേഖലയിലും വെച്ച് ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന് തുടക്കം കുറിക്കുകയും ഇന്നിവിടെ മാലിന്യ ശുചീകരണ പ്രവർത്തനവും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം പാർട്ടിയും CPIM എന്നുള്ള നിലയ്ക്ക് ഗ്രാമപഞ്ചായത്തുകളും ലോക്കൽ കമ്മിറ്റി കേന്ദ്രീകരിച്ച് മഴക്കാല പൂർവ്വ ശുചീകരണം ആരംഭിച്ചിട്ടുണ്ട്. ബ്രാഞ്ച് കമ്മിറ്റികളും അത് ചെയ്യുന്നുണ്ട്. ഇതൊരു സംസ്കാരമായി കേരളത്തിൽ വളർത്തിയെടുക്കാനാണ് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇന്നും ശ്രമിച്ചിട്ടുള്ളത്. ഈ പരിപാടിക്കാകെ പിന്തുണ നൽകി ഇന്ന് ഈ വാർഡിൽ ഈ പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ പ്രവർത്തകരെയും വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവരെയും അനുമോദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി പറയുന്നതിന് മുമ്പ് 2 വാക്കുകൂടെ ഈ ഒരു ഇത് തുടങ്ങാനുള്ള കാരണം ഞങ്ങൾ ബ്രാഞ്ചിൽ ആദ്യമേ ഒരു ചർച്ച ഉണ്ടായി. നമുക്കിങ്ങനെ ഒരു കാരണങ്ങൾ ഒരു ബില്ലുകൾ സ്ഥാപിക്കണം എന്ന ബ്രാഞ്ചിൽ ചർച്ച വരികയും ഇവിടെ 17ാം വാർഡ് മെമ്പർ ജിനു അതിന് തയ്യാറെടുക്കുകയും നമ്മൾ ഒരു പിരിവും കൂടാതെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രാഞ്ചിൽ പോലും ഒരു പിരിവില്ലാതെ സ്വന്തം ഹോണറേറിയം പഞ്ചായത്തിൽ നിന്ന് തന്നെ ഹോണറേറിയം അത് പഞ്ചായത്തിൽ തന്നെ യൂസ് ചെയ്യണം എന്നുള്ള നിർബന്ധത്തിൻ്റെ പേരിൽ തന്നെ അദ്ദേഹം മുൻകൈ എടുത്ത് പ്രവർത്തിച്ച ഒരു ബിന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രാഞ്ചിന് ഏറ്റവും അഭിമാനകരമായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നവകേരളം ശുചിത്വ കേരളം പ്രഖ്യാപനം വന്നെങ്കിൽ തന്നെ എന്ത് നടപടി നമുക്കിത് സാധനങ്ങൾ വീണ്ടും വേസ്റ്റുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ വേസ്റ്റുകൾ ബിന്നിൽ നിക്ഷേപിച്ച് അത് ഹരിതകർമ്മ സേനയെ കൊണ്ട് എടുപ്പിച്ച് ഓരോ മാസവും അത് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ വാർഡുകളെല്ലാം വൃത്തിയാകും. അതുപോലെ ഒരു നല്ലൊരു ഒരു പ്രവർത്തനം സംഘടിപ്പിച്ചാണ് ജിനു ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ജിനുവിന് ഇതിനകത്ത് വളരെ നല്ല ഒരു അഭിനന്ദനങ്ങൾ കൊടുക്കേണ്ട ദിവസം തന്നെയാണിത്. അടുത്ത ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ആശംസയ്ക്ക് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് ഇപ്പോൾ വിളിക്കാം. ഇതിനകത്ത് അത് ഉദ്ഘാടനം ചെയ്യുന്നു, ബൈൻഡ് ഉദ്ഘാടനം ചെയ്യുന്നു. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് DYFI യൂണിറ്റ് കമ്മിറ്റിയും എള്ളുകാല ബ്രാഞ്ച് കമ്മിറ്റിയും സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ നാടിനെ ആകമാനം വൃത്തിയാക്കുവാൻ മുന്നോട്ടിറങ്ങി തിരിച്ച ഈ കമ്മിറ്റി നമ്മുടെ ഈ 17ാം വാർഡിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചുകൊണ്ട് നാടിനെ ആകമാനം മാലിന്യ വിമുക്തമാകുന്ന മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിച്ച ഈ കമ്മിറ്റിയുടെ പ്രവർത്തനം ആകമാനം നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ എല്ലാ വാർഡ് കമ്മിറ്റികൾക്കും എല്ലാ കമ്മിറ്റികൾക്കും പ്രചോദനമാവട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഏറ്റെടുത്ത ബ്രാഞ്ച് കമ്മിറ്റിയും DYFI എള്ളുകാല യൂണിറ്റ് കമ്മിറ്റിക്കും DYFI പുതുപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഏരിയ സെക്രട്ടറി സഖാവ് സുഭാഷ് P. വർഗീസ്, ഈ വാർഡിൻ്റെ മെമ്പറായ സഖാവ് ജിനു, ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് ഹരിലാൽ, DYFIയുടെ രക്ഷാധികാരിയായ നിതിൻ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സഖാക്കൾക്കും എൻ്റെ നമസ്കാരം. ഇന്ന് വളരെ വിലപ്പെട്ട ഒരു ദിവസവും നിമിഷവുമായിട്ടാണ് ഈ ഒരു നമ്മുടെ ഈ കഴിഞ്ഞു പോയ ഈ പ്രവർത്തനത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശുചിത്വം എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിൻ്റെ ഏറ്റവും സർക്കാർ ഭരിക്കാൻ തുടങ്ങിയ കാലം മുതൽ അതിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുകയും അതിനുവേണ്ട എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ വലിയൊരു മുന്നേറ്റം തന്നെയാണ് എള്ളുകാല ബ്രാഞ്ചിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മൾ ഒരു ഉദ്ഘാടനം കഴിഞ്ഞത്. ഈ ശുചിത്വത്തിൻ്റെ എല്ലാവർക്കും മാതൃകാപരമായ ഒരു പ്രവർത്തനം തന്നെയാണ് ഈ വാർഡ് മെമ്പർ ഇവിടെ നടത്തിയിരിക്കുന്നത്. ഈ
പ്രവർത്തനത്തിന് ഇതിൻ്റെ കർമ്മപഥത്തിന് തുടക്കം കുറിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാനനായ സുഭാഷ് പി വർഗീസ് അവരുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്ന വ്യക്തിയാണ് ജിനു. സഖാവ് ജിനുവിനെയും ഏറ്റവും സ്നേഹത്തോടെ ഈ ചെറിയ യോഗത്തിൽ കൃതജ്ഞത പറയുകയാണ്. ഒപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന DYFI നേതാക്കൾ, ഇവിടുത്തെ പരിണിതപ്രജ്ഞരായ എല്ലാ സഖാക്കൾക്കും പ്രത്യേക നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കാകെ പ്രചരണം കൊടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ് മാധ്യമപ്രവർത്തകർ. നമ്മൾ ഈ പരിപാടി നടത്തിയാൽ മാത്രം പോരാ, ഇത് മാതൃകാപരമാണെന്ന് ജനങ്ങൾ അറിയണമെങ്കിൽ അത് ജനങ്ങളുടെ ഇടയിലെത്തണം. അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ അത് എത്തണമെങ്കിൽ പത്രങ്ങളിലൂടെയോ മാധ്യമങ്ങളിലൂടെയോ സോഷ്യൽ മീഡിയ വഴിയിലൂടെ എത്തണം. നമ്മളത് എത്ര പ്രചരിപ്പിച്ചാലും അതിന് വല്ല പരിമിതിയുണ്ട്. അത് സംപ്രേഷണം ചെയ്യുന്ന 2 മാധ്യമപ്രവർത്തകർ അവരുടേതായ സമയം കണ്ടെത്തി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിനോദ് പുതുപ്പള്ളി ടുഡേ, ഈ നാട്ടിലെ അത് രാഷ്ട്രീയമൊന്നും അദ്ദേഹം നോക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഏത് പ്രവർത്തനമാണെങ്കിലും അതിനെ ക്രിയാത്മകമായി അത് കൈകാര്യം ചെയ്യുവാനും വിമർശനമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നിഷ്പക്ഷമായി രേഖപ്പെടുത്താൻ ശ്രദ്ധിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എത്തിച്ചേരുകയും ഇത് സംപ്രേഷണം ചെയ്ത വിനോദ്, അതുപോലെ തന്നെ ക്യാബിനറ്റ് ചാനലിൻ്റെ മാധ്യമപ്രവർത്തകൻ അബിൻ, 2 പേരോടും നമ്മുടെ ഈ പാർട്ടിക്കും ഇവിടെ നടത്തിയ സംഘാടനത്തിനും ഉള്ള നന്ദി അറിയിക്കുകയും കൂടി ചെയ്യും. യോഗം പിരിച്ചു. Yeah.